ഹായ് ഗൈസ്, ഒരു തിരുവനന്തപുരം യാത്ര. മക്കൾ തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ലായിരുന്നു. ഇത്തവണ മോൻ ദീപാവലിയുടെ ലീവിന് വന്നപ്പോൾ മോൻ്റെ കൂടെ ഇങ്ങ് പോന്നു. പിറ്റേന്ന് അവൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് ഞാനും ജോമോളും കൂടി തിരുവനന്തപുരം ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി. അവൾ 10 വർഷമായിട്ട് ഈ സിറ്റിയിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എന്നെയും കൊണ്ട് എവിടെയൊക്കെ പോകണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ആദ്യം പോയത് നേപ്പിയർ മ്യൂസിയം കാണാൻ വേണ്ടിയായിരുന്നു. അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടെടുക്കുമ്പോൾ എൻ്റെ മനസ്സൊരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കുകയായിരുന്നു. ഫോട്ടോസ് എടുക്കുക എന്നത് എൻ്റെ വീക്ക്നെസ് ആണെന്ന് അറിയാവുന്ന എൻ്റെ പ്രിയ മരുമോള് എൻ്റെ ഓരോ മൂമെൻറ്റ്സും ഫോണിലെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കലെല്ലാം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഫോണിലെടുത്ത ഫോട്ടോസൊക്കെ നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന എന്നെ വീണ്ടും അവൾ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കനകക്കുന്ന് പാലസിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ സ്കൂൾ കുട്ടികളുടെ എന്തോ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പാലസിൻ്റെ മുന്നിൽ ഇരുന്നും നിന്നും കിടന്നുമൊക്കെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. വീഡിയോസിന് വേണ്ടി എന്നെ കുറെ ഓടിച്ചു എൻ്റെ മോള്. അപ്പോഴേക്കും നേരെ ഉച്ചയായി. വിശക്കുന്നല്ലോ, ഭക്ഷണം തായോ എന്ന് വയറ് പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ള ടൂറിസം ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഇരിക്കുന്നു ടിപ്പു സുൽത്താൻ ഉപേക്ഷിച്ചു പോയ പീരങ്കി. ഓടി ചെന്ന് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ മോഡലായി വെച്ചിരിക്കുന്ന കഥകളിയിലെ പച്ചവേഷവും മിനുക്കുവേഷവും ഞങ്ങളെ സ്വാഗതം ചെയ്തു നിൽക്കുന്നു. ഒട്ടും മടിച്ചില്ല, അവരുടെ കൂടെയും പോയി ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ബ്രിട്ടീഷ് ലൈബ്രറിയിലേക്ക് പോയി. അത്രയും വലിയ ലൈബ്രറി ഞാൻ ആദ്യം കാണുകയായിരുന്നു. പുസ്തകങ്ങളിലൂടെ വിരലോടിച്ച് നടക്കുമ്പോൾ മാധവിക്കുട്ടിയുടെ മുഖമാണ് ഉള്ളിൽ നിറഞ്ഞു നിന്നത്. പിന്നെ ഞാൻ കുറേ സമയത്തേക്ക് മാധവിക്കുട്ടിയായി മാറുകയായിരുന്നു. അവിടെ വെച്ച് എൻ്റെ പ്രിയ കൂട്ടുകാരി രജി മനോജിൻ്റെ ഫോൺ കോൾ വന്നു. കോളെടുത്ത് പതുക്കെ സംസാരിച്ചിട്ട് ഇവിടെ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെച്ചു. കുറച്ച് നേരം കൂടി ലൈബ്രറിയിൽ ചിലവഴിച്ചിട്ട് ഞങ്ങൾ തിരികെ ഇറങ്ങി. അവിടെ വെച്ച് ഞങ്ങളുടെ സ്വരഗംഗ സംഗീത കൂട്ടായ്മയിലെ ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ അനു നാഗേന്ദ്രനാഥ് എന്ന ഞങ്ങളുടെ അനുചേട്ടനെ കണ്ടുമുട്ടി. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ സംസാരിച്ചു, പിരിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. അവിടെ വെച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീതിനെ കണ്ടു. അവരോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ വളരെ ഹാപ്പിയായി. ഇടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ജോമോൾ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, അമ്മച്ചി മടുത്തോ, ക്ഷീണിച്ചോ എന്നൊക്കെ. നമ്മൾ അങ്ങനെ മടുക്കുമോ? യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ഉത്സാഹമായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ യാത്ര. ഞങ്ങൾ വൈകിട്ട് 7 മണിയോടെ വീട്ടിലെത്തി. ഇനിയും കണ്ടു തീർക്കാൻ കുറേയേറെ സ്ഥലങ്ങളുണ്ട്. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. അങ്ങനെ തിരുവനന്തപുരത്തെ 1ാം ദിവസം ഇവിടെ പൂർത്തിയായി.